ജോലിക്ക് പോയി. ആ ജോലിക്ക് പോയപ്പോൾ അവിടെ നമ്മൾക്ക് കിട്ടാതെ പോയുന്ന 5 സമ്പത്തുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒരു ജോലിക്കാരെ സംബന്ധിച്ച് എന്തില്ല, 5 സമ്പത്തുകൾ അവർക്ക് ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഇന്നലെ പഠിച്ചു. എന്തൊക്കെ ജോലിക്കാരെ കിട്ടാതെ? ഒന്ന്, ഫിനാൻഷ്യൽ വെൽത്ത്. എന്താ? ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം വാങ്ങാൻ സാധിക്കില്ല. ഒരു ജോലിക്കാരൻ എന്തില്ല? ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം വാങ്ങാൻ അവർക്ക് എന്തില്ല? അവർക്ക് ഫിനാൻഷ്യൽ വെൽത്ത് ഇല്ല. അതാർക്കുള്ളൂ? എല്ലാ ആഗ്രഹങ്ങളും ആഗ്രഹിച്ച രീതിയിൽ കാർ വേണോ, വീട് വേണോ, ട്രിപ്പ് വേണോ, എന്ത് വേണമെങ്കിലും വാങ്ങാം. എന്തുണ്ടെങ്കിലാണ് ഫിനാൻഷ്യൽ വെൽത്ത്. ഇത് ആർക്കുള്ളൂ? ഇത് ബിസിനസ്സുകാർക്കുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ ദ റിയൽ സ്വർഗത്തിൽ ജീവിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാ? ബിസിനസ്സുകാരാ. എംപ്ലോയീസോ? ഒരു ലക്ഷ്യമില്ലാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ജീവിച്ചു പോകാം. അപ്പൊ നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചത് എന്താ? ജീവിക്കാനുള്ള പണം ഉണ്ടാക്കാനുള്ള വഴി. ചോദ്യം, ജീവിച്ചു പോയാൽ മതിയോ? ഇവിടെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിക്കണം, അല്ലേ? അപ്പൊ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ഒരു ബിസിനസ് ചെയ്തേ മതിയാകൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫിനാൻഷ്യൽ വെൽത്ത് എന്ന ഈ വെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഫിനാൻഷ്യൽ വെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് എന്തില്ല? മാനസികമായിട്ടുള്ള സന്തോഷം നമ്മൾക്കില്ല, അല്ലെ? ഇപ്പൊ ഇന്നിവിടെ എന്തുണ്ട്? പൈസ ഉള്ളതാരല്ലേ ക്രോംബാസേ പറഞ്ഞ, അല്ലെ? നിയറസ്റ്റ് 46 ലക്ഷം രൂപയാണ് ഇവിടുത്തെ ബില്ല്. ഈ 46 ലക്ഷം രൂപ കൊടുത്ത് ഈ പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ നമുക്ക് എല്ലാവർക്കും മാനസികമായിട്ട് സന്തോഷം. ഈ 2 ദിവസം കൊണ്ട് കിട്ടുന്നത് എവിടെ? നമുക്ക് ഈ ഇതിലൂടെ സംഭവിക്കുന്നത് പല ആളുകൾക്കും വരാനിരുന്ന പല അസുഖങ്ങളും ഇന്നും ഇന്നലെയായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. കാരണം മാനസികമായിട്ട് നമ്മൾ സന്തോഷിക്കുന്നുണ്ട്, അല്ലെ? ആ സന്തോഷം പല ഡോപ്പമീനും നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ ഒരുമിച്ച് ഇവിടുന്ന് കിട്ടിയപ്പോൾ എന്ത് കിട്ടി? മെന്റൽ വെൽത്ത്, റൈറ്റ്? അപ്പൊ നമുക്ക് എന്തില്ല? ഫിനാൻഷ്യൽ വെൽത്ത് ഇല്ലാത്തതിന്റെ പേരില് മെന്റൽ വെൽത്ത് ഇല്ല, അല്ലെ? അതോടൊപ്പം തന്നെ എന്തില്ല? ഫിസിക്കൽ വെൽത്ത് ഇല്ല. എന്താ ഫിസിക്കൽ വെൽത്ത്? നമുക്ക് അസുഖമില്ലാത്ത അവസ്ഥ ഫിസിക്കൽ വെൽത്ത് ആണ്. അതേസമയം നമ്മൾ എന്താണ്? പവർ. ഇവിടെ വന്നിരിക്കും. ഇവിടെ എല്ലാവർക്കും ഇപ്പൊ എന്താ? ആ പവർ കൂടിയിട്ട് കിടന്ന് തുള്ളല് കണ്ട, അല്ലെ? നമ്മൾ ഓരോ മണിക്കൂറും തുള്ളും. എന്തിനാ? ഈ ഓരോ മണിക്കൂറും നമ്മള് പവർ കൂട്ടും. എന്തിനാ? കാരണം പുതിയൊരു കാര്യം പഠിക്കാന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം നമുക്ക് ഒരുപാട് ജീവിതത്തില് ഒരുപാട് പ്രാരാബ്ദങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ പുതിയത് പഠിച്ചെടുക്കാന്ന് വെച്ചാൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ എന്ത് ചെയ്യണം? മോർ പവർ നമുക്ക് വേണം. ആ പവർ നേടുക എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെ? ഒന്ന് സെറ്റായാൽ മാത്രമേ ഈ പറയണത് തലയിൽ കയറുള്ളൂ. ഓക്കെ? അപ്പൊ ഇതിൽ പറയുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പണ്ട് സൂമിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കോണ്ടന്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് കോണ്ടന്റ്? വാട്ട് ഈസ് കോണ്ടെക്സ്റ്റ്?